ചരിത്രം ഇങ്ങനെയായിരുന്നെങ്കിലോ? മൈസൂരിലെ കടുവ ടിപ്പു സുൽത്താൻ. അവന്റെ സൈന്യം, ശത്രുക്കളെ ഭയപ്പെടുത്താൻ ഇത് മതിയാകും. പിന്നെ വയനാടൻ കാടുകളുടെ ആത്മാവ്, നിർഭയനായ ഗോത്രയോദ്ധാവ് ചന്തു. കുറിച്യ ഗോത്രത്തിന്റെ ധീരനായ നേതാവായിരുന്നു അദ്ദേഹം. പിന്നെ കേരള സിംഹത്തിന്റെ വലങ്കൈയായിരുന്നു അദ്ദേഹം. അതെ, ശക്തനായ കേരളവർമ്മ പഴശ്ശിരാജ. ചരിത്രപരമായി 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ബ്രിട്ടീഷ് നിയന്ത്രണം കൂടുതൽ ശക്തമായി. എന്നാൽ ഈ സഖ്യം നിലനിന്നിരുന്നെങ്കിൽ ആ യുദ്ധം കൂടുതൽ കാലം നീണ്ടുനിൽക്കുമായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു ഫലം പോലും ഉണ്ടാകുമായിരുന്നു. കേരളത്തിന് പതിറ്റാണ്ടുകളോളം ഭാഗികമായി സ്വതന്ത്രമായി തുടരാമായിരുന്നു. ഈ 3 ശക്തികളുടെയും സഖ്യകക്ഷിയുമായി കൊച്ചുണ്ണിയുടെയും പക്കിയുടെയും സഹായത്തോടെ ബ്രിട്ടീഷ് സർക്കാരിനെ എളുപ്പത്തിൽ അട്ടിമറിക്കാൻ ദളവയ്ക്കു കഴിയും. എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ കേരളം അതിന്റെ ഐക്യത്തിന്റെ ശക്തിയാൽ വേറിട്ടു നിൽക്കും. പഴശ്ശിയും ടിപ്പുവും സുഹൃത്തുക്കളായിരുന്നെങ്കിൽ കേരള ചരിത്രം തികച്ചും വ്യത്യസ്തമാകുമായിരുന്നു. അടുത്ത വീഡിയോയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. കമന്റ് ചെയ്യുക.